Hello everyone, myself I am Faiz. Currently I am doing MBBS from All India Institute of Medical Sciences, Nagpur. So, so we completed motion in a straight line, motion in a plane, and loss of motion. So today's chapter is chapter number 5, work, energy, power. Okay. So ഇന്നത്തെ ടോപ്പിക് ഏതാണ്? വർക്ക്, എനർജി, പവർ. യെസ്, വർക്ക്, എനർജി, പവർ. വർക്ക്, എനർജി, പവർ. ഓക്കെ. യെസ്. സോ എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ പഠിക്കാനുണ്ട്? സമ്മറി. ഇതിൽ നിർബന്ധമായിട്ട് നമ്മൾ റിവൈസ് ചെയ്യേണ്ട വർക്ക്. യെസ്, വർക്ക് ഡൺ ബൈ കോൺസ്റ്റന്റ് ഫോഴ്സ്, വർക്ക് ഡൺ ബൈ വേരിയബിൾ ഫോഴ്സ്. ഓക്കെ, വേരിയബിൾ ഫോഴ്സ് പറയും, വർക്ക് ഡൺ ബൈ കോൺസ്റ്റന്റ് ഫോഴ്സ്, അത് നോക്കാനുണ്ട്. ദെൻ കൈനറ്റിക് എനർജി, ദെൻ പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, then the conservation of mechanical energy, then the potential energy of a spring power. Okay, collision നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിൽ പറയാം. ഓക്കെ, വിത്ത് റൊട്ടേഷണൽ മോഷൻ, വിത്ത് സെന്റർ ഓഫ് മാസ് പറയാം. സോ പവർ വരെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ചാപ്റ്ററിൽ പറയാം. ഓക്കെ, യെസ്. സോ ഐ എം സ്റ്റാർട്ടിങ്. സോ അത് നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ പറയാനായിട്ട് അല്ലേ. ഫസ്റ്റ് നമ്മൾ പറയേണ്ടത് വർക്ക് ഡൺ ആണ്. വർക്കിനെ പറ്റിയാണ് അല്ലേ. വർക്ക് ഡൺ ബൈ കോൺസ്റ്റന്റ് ഫോഴ്സും പഠിക്കണം. Work done by constant force, then work done by variable force. ഓക്കെ, രണ്ടും പറയണം. പിന്നെ നമ്മൾ ഇതിലേക്ക് പോകും. പിന്നെ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി, PE, പൊട്ടൻഷ്യൽ എനർജിയിലേക്ക് പോകണം. പിന്നെ നമുക്ക് കൈനറ്റിക് എനർജി, KE, അതിലേക്ക് പോകണം അല്ലേ. പിന്നെ നമുക്ക് എന്ത് പറയണം? ദ കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി or work energy there. Okay, then power. Yes, power. Okay, പറഞ്ഞു പോകാം. ഇതിൽ ഇക്കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പൊ ഡിസ്കസ് ചെയ്യണം. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. So what is work? First of all, work is a scalar quantity. അറിയാലോ, വർക്ക് ഈസ് എ സ്കെലാർ ക്വാണ്ടിറ്റി. കാരണം വർക്കിന്റെ ഇക്വേഷൻ തന്നെ വരുന്നത് എന്താണ്? F.S ആണ് അല്ലേ. അതായത് FS കോസ് തീറ്റ. അതായത് ശരിക്കും എന്താണ് ചെയ്തത്? ഞാൻ എഫിനെയും എസിനെയും ഫോഴ്സിനെയും ഡിസ്പ്ലേസ്മെന്റിനെ ഡോട്ട് ചെയ്തതാണ്. ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. സോ ഡോട്ട് പ്രൊഡക്റ്റ് ഈസ് എ സ്കെലാർ പ്രൊഡക്റ്റ്. എനിവേ വർക്ക് ഈസ് എ സ്കെലാർ. Work only got magnitude. Okay, work has no dimension. Work has no direction. Dimension ഉണ്ട്. Okay, yes. So work is equal to F.S, FS cos theta. Okay, എങ്ങനെ വന്നു നോക്കാം. നോക്കിക്കോ. ഫ്ലോറിൽ എന്തുണ്ട്? ഞാനൊരു M മാസുള്ള ഒരു ഒബ്ജക്റ്റ് വെച്ചു. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ഒരു F ഫോഴ്സ് എന്ത് ചെയ്തു? അതിലേക്ക് അപ്ലൈ ചെയ്തു. ഓക്കെ, F ഫോഴ്സ് എന്ത് ചെയ്തു? അപ്ലൈ ചെയ്തു. നോ ഡൗട്ട്. ഓക്കെ, അതും ഹൊറിസോണ്ടലിന് തീറ്റ ആംഗിളിൽ. ഓക്കെ, സിമ്പിൾ. എന്നിട്ട് ഞാൻ ഈ മാസിനെ എമ്മിന്റെ സെന്റർ ഓഫ് മാസ് ഇവിടെ അല്ലെ, ഇവിടുന്ന് ഇവിടത്തം വരെ നീക്കി മീൻസ് ഞാൻ ഇവിടത്തേക്ക് എന്ത് ചെയ്തു? ആ മാസിനെ കൊണ്ടുവന്നു ആ ഫോഴ്സ് ഉപയോഗിച്ചിട്ട്. അപ്പോ ആ ഒബ്ജക്റ്റിന് കിട്ടിയ ഡിസ്പ്ലേസ്മെന്റ് എത്രയാടാ? ഇതല്ലേ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ്. അത് നമുക്ക് ഡിനോട്ട് ചെയ്യാം S വെക്ടർ. നോ ഡൗട്ട്. ഓക്കെ, ഒരു ഡൗട്ടില്ല ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ എഫിന് എന്ത് ചെയ്യണം? നമുക്ക് കോമ്പണന്റ് ആക്കിക്കൂടെ? റെസല്യൂട്ട് ചെയ്തൂടെ? ഒബ്വിയസ്ലി ചെയ്യാം. അലോങ് ദ ഹൊറിസോണ്ടൽ എന്തായിരിക്കും? F കോസ് തീറ്റ അല്ലേ. ഈ കോമ്പണന്റോ ഏതായിരിക്കും? F സൈൻ തീറ്റ. ഓക്കെ, സോ ഇവിടെ തന്നെ നമ്മൾ നോക്കിയാൽ ഈ പിക്ചറിൽ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ത്? F സൈൻ തീറ്റക്ക് ഡിസ്പ്ലേസ്മെന്റ് വെക്ടറിന് മാറ്റാൻ പറ്റുമോ? ഇല്ലല്ലോ. കാരണം ഇത് നോർമലി അല്ലേ ആക്ട് ചെയ്യുന്നത്, 90 ഡിഗ്രിയിൽ ആക്ട് ചെയ്യുന്നത്. ആക്ച്വലി F കോസ് തീറ്റ ആണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കുന്നത്. സോ ആക്ച്വലി വർക്ക് ആരാണ് ചെയ്യുന്നത്? ഇവിടെ F കോസ് തീറ്റ ആണ് വർക്ക് ചെയ്യുന്നത്. സോ വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് അല്ലേ. സോ F കോസ് തീറ്റ അല്ലേ ഇവിടെയുള്ള ഫോഴ്സ്. F കോസ് തീറ്റ ഇൻടു S. യെസ്. സോ
ഫോഴ്സിന്റെ ഏത് കോമ്പണന്റ് ആണ് വർക്ക് ചെയ്യുന്നത്? കോമ്പണന്റ് ഓഫ് ഫോഴ്സ്, കോമ്പണന്റ് ഓഫ് ഫോഴ്സ്, കോമ്പണന്റ് ഓഫ് ഫോഴ്സ് along ഡിസ്പ്ലേസ്മെന്റ്, along the direction of displacement അല്ലേ? ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷൻ ഇങ്ങനല്ലേ? അതേ ഡിറക്ഷനിലാണല്ലോ എഫ് കോസ്റ്റ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അതിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? വർക്ക് ചെയ്യാൻ പറ്റൂ. ദാറ്റ് ഈസ് എഫ് ഇസ് ഈക്വൽ ടു എഫ് കോസ് തീറ്റ ഇൻറ്റു എസ്. സോ യെസ്, ഇപ്പൊ എഫ് ഇസ് ഈക്വൽ ടു എന്താണ്? എഫ് ഡോട്ട് എസ് അല്ലേ? എഫ് ഡോട്ട് എസ് ആണ്. This is also vector, this is also vector, but work is a scalar, f dot s. So yes, this is the formula, f s cos theta. ഇതാണ് നമ്മൾ മൈൻഡിൽ ഉണ്ടാവേണ്ടത്. ഓക്കെ, എഫ് ഡോട്ട് എസ് എഫ് എസ് കോസ് തീറ്റ. സോ ഏത് ഫോഴ്സ് ആണ് വർക്ക് ചെയ്യുന്നത്? ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷനിലുള്ള ഫോഴ്സ് അല്ലേ? ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷനിലുള്ള ഫോഴ്സ്. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? നോ ഡൗട്ട്. ഇനി നമുക്ക് കുറച്ച് 2-3 കണ്ടീഷൻസ് നോക്കാം. സി, ഇഫ് തീറ്റ ഈസ് 0, തീറ്റ 0 ആണെങ്കിൽ കോസ് തീറ്റ എന്തായിരിക്കും? 1. കോസ് തീറ്റ 1 ആണെന്ന് വെച്ചാൽ അതിന്റെ സി, തീറ്റ 0 ആണെങ്കിൽ കോസ് തീറ്റ 1. തീറ്റ 0 മീൻസ് വാട്ട്? ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും പാരലൽ, ഒരേ ഡിറക്ഷൻ അല്ലെ? ഫോഴ്സും ഇങ്ങനെ, ഡിസ്പ്ലേസ്മെന്റും ഇങ്ങനെ, അതല്ല അതിന്റെ മീനിങ് പാരലൽ. ഓക്കെ, ആ ഒരു കേസിൽ നമുക്ക് വർക്ക് ഡൺ എത്ര കിട്ടും? എഫ് എസ് ഇൻറ്റു കോസ് തീറ്റ, എഫ് എസ് ഇൻറ്റു 1, ദാറ്റ് ഈസ് എഫ് എസ്. ദിസ് ഈസ് ദ മാക്സിമം വർക്ക് അല്ലെ? ഇതല്ലേ മാക്സിമം കിട്ടാം അല്ലെ? എഫ് എസ് കോസ് തീറ്റ മാക്സിമം വാല്യൂ എഫ് എസ്. ഓക്കെ, രണ്ടാമത്തെ കണ്ടീഷൻ, ഇഫ് തീറ്റ ഈസ് 180, കോസ് തീറ്റ എന്താ വരും? -1. 180 എന്ന് പറഞ്ഞാല് എഫ് ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നു, എസ് ഇങ്ങോട്ട് ആക്ട് അല്ലെ? അതായത് ഫോഴ്സിന്റെ ഡയറക്ഷനിൽ നേരെ 180 ഡിഗ്രിയാണ് എന്ത് വരുന്നത്? ഡിസ്പ്ലേസ്മെന്റ് വരുന്നത്. അപ്പോഴല്ലേ 180 ഡിഗ്രി ആവുന്നത്? സോ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു -എഫ്. ദിസ് വിൽ ബി ദ മിനിമം വർക്ക് അല്ലേ? നമുക്ക് മൂന്നാമത്തെ കണ്ടീഷൻ നോക്കിയാലോ? യെസ്, മൂന്നാമത്തെ കണ്ടീഷൻ ഏതാടാ? തീറ്റ ഈസ് ഈക്വൽ ടു 90. സി, ഫോഴ്സ് ഇങ്ങനെ, ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങനെയാണെങ്കിൽ അല്ലേ തീറ്റ 90 ആവത്തില്ലേ? തീറ്റ 90 ആയാൽ കോസ് തീറ്റ 0 ആവത്തില്ലേ? സി, ഇഫ് എഫ് വെക്ടറും ഡിസ്പ്ലേസ്മെന്റ് വെക്ടറും പെർപെൻഡിക്കുലർ ആണെങ്കിൽ വർക്ക് ഡൺ എന്തായിരിക്കും? 0 ആയിരിക്കും. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒരു ഡൗട്ടും ഇല്ല. സി, അത് ഞാനൊരു എന്താ പറയുക എക്സാമ്പിൾ കാണിച്ചു തരാം, നോക്കിക്കോ. സി, ഒരു സെമി സർക്കുലർ എന്തുണ്ട്? പാത്ത് ഉണ്ട്. ഓക്കെ, സി, സപ്പോസ് സെമി സർക്കുലർ പാത്ത്. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഒബ്ജക്റ്റ് ഞാൻ വെച്ചു. ഓക്കെ, ഒബ്ജക്റ്റ് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഇങ്ങനെയാണ്. ഒബ്ജക്റ്റ് ഇങ്ങനെ നീങ്ങി ഇങ്ങനെ പോവാണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എങ്ങനെയാണ് അല്ലേ? ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ഇങ്ങോട്ടാണ്. അല്ലെങ്കിൽ ഒരു സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് നോക്കണമെങ്കിൽ അതും എങ്ങോട്ടാണ്? ഇങ്ങോട്ടാണ്. ഓക്കെ, കിട്ടുന്നില്ലേ? യെസ്. എന്റെ ചോദ്യം ഇതാണ്, വർക്ക് ഡൺ ബൈ നോർമൽ എത്രയായിരിക്കും? വർക്ക് ഡൺ ബൈ നോർമൽ, വർക്ക് ഡൺ ബൈ നോർമൽ, വർക്ക് ഡൺ ബൈ നോർമൽ എത്രയാണ്? ദിസ് ഈസ് മൈ ക്വസ്റ്റ്യൻ. സിമ്പിൾ. നോക്കിക്കോ, നോർമൽ എങ്ങനെ ആക്ട് ചെയ്യുന്നത്? നോർമൽ ഇങ്ങനെ ആക്ട് ചെയ്യുക, പെർപെൻഡിക്കുലർ ആയിട്ട് നോർമൽ. ഡിസ്പ്ലേസ്മെന്റ് വെക്ടറോ ഇങ്ങനെ അല്ലെ? ടാൻജൻഷ്യൽ. സോ ആംഗിൾ എത്രയാടാ? തീറ്റ ഈസ് 90 ഡിഗ്രി എന്ന് വെച്ചാൽ വർക്ക് ഡൺ ബൈ നോർമൽ ഹിയർ എന്താണ്? 0 ആണ്. സിമ്പിൾ സിമ്പിൾ സിമ്പിൾ. ഒരു ഡൗട്ടും ഇല്ലേ? നോ ഡൗട്ട്. ഓക്കെ, യെസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നോ ഡൗട്ട്. ഓക്കെ, കഴിഞ്ഞു. യെസ്. സി, ഇനി നമുക്ക് വർക്ക് ഡൺ ബൈ കോൺസ്റ്റന്റ് ഫോഴ്സും വർക്ക് ഡൺ ബൈ വേരിയബിൾ ഫോഴ്സും എങ്ങനെയാ നോക്കാം. ഓക്കെ, സോ നമ്മള് വർക്ക് ഡൺ. സി, ടോപ്പിക് വർക്കിന്റെ ബേസിക് ഇക്വേഷൻ എന്താ? ബേസിക് ഇക്വേഷൻ എഫ് ഡോട്ട് എസ് അല്ലെങ്കിൽ എഫ് എസ് കോസ് തീറ്റ. അത് ഞാൻ എഴുതി. ഓക്കെ, ഇനി നമുക്ക് ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്? ഒന്നാമത്തെ കണ്ടീഷൻ, സി, ഫോഴ്സ് കോൺസ്റ്റന്റ് ആക്കി നിർത്തും. ഫോഴ്സ് ഈസ് കോൺസ്റ്റന്റ്. ഫോഴ്സ് ഈസ് കോൺസ്റ്റന്റ്. കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഒരു വെക്ടർ ആണല്ലോ. ഇപ്പോ ഫോഴ്സ് ഒരു വെക്ടർ കോൺസ്റ്റന്റ് ആണെന്ന് പറയുമ്പോ അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം കോൺസ്റ്റന്റ് ആയാൽ മതിയോ? പോരാ. അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡിറക്ഷൻ ഷുഡ് ബി മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡിറക്ഷൻ ഷുഡ് ബി സെയിം. ഓക്കെ, ഒരു ഫോഴ്സ്
നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും സെയിം ആണ് വിത്ത് ടൈം എങ്കിൽ അത് നമുക്ക് അങ്ങനെ എന്ത് പറയാം, കോൺസ്റ്റന്റ് ഫോഴ്സ് എന്ന് പറയാം. സോ ആ കേസിൽ നമുക്ക് ഇക്വേഷൻ എന്ത് കൊടുക്കാം, W is equal to Fs cos തീറ്റ, അല്ലെങ്കിൽ W is equal to ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് അല്ലേ, ഡിസ്പ്ലേസ്മെന്റ് അല്ലേ, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എലോങ്, അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം. കൺഫ്യൂഷൻ വേണ്ട അല്ലേ. Fs cos തീറ്റ ഫോഴ്സ് എലോങ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഡൗട്ട് ഉണ്ടോ എന്തേലും? അതല്ലേ Fs cos തീറ്റ, ഫോഴ്സ് എലോങ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ഇൻറ്റു എസ് അല്ലേ. സോ ഇതാണ് കോൺസ്റ്റന്റ് ഫോഴ്സ് ആണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള എന്ത് കൊടുക്കുന്ന സാധനം. എഫ് കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ ഇതിന് മാഗ്നിറ്റ്യൂഡും ഡിറക്ഷനും എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. സപ്പോസ് നോക്കിക്കോ, ഞാൻ എന്ത് ചെയ്തു, എന്റെ കയ്യിൽ ഒരു ക്വാർട്ടർ ഓഫ് സർക്കിൾ ഒരു പാത്ത് കാണിച്ചാൽ എങ്ങനെയാണ്. ഇതാണ് എന്റെ കയ്യിലുള്ള ഒരു പാത്ത്. ഓക്കെ, സോ ഇവിടെ എന്തുണ്ട്, ഒരു ബോഡി വെച്ച് ഞാൻ സി. ഇപ്പോ എന്റെ പേർപ്പസ് എന്താണ്, എന്റെ എയിം എന്താണ്, ഈ ബോഡിനെ എന്ത് ചെയ്യണം, യെസ്, ഈ ക്വാർട്ടർ ഓഫ് ഇതെന്താണ്, ഒരു ക്വാർട്ടർ ഓഫ് സർക്കിൾ പാത്താണ് അല്ലേ, ക്വാർട്ടർ ഓഫ് സർക്കിൾ പാത്താണ്. ഓക്കെ, യെസ്. സോ ഞാൻ കൊടുക്കുന്ന ഫോഴ്സ് ഇങ്ങോട്ടാണ്. ഞാൻ കൊടുക്കുന്ന ഫോഴ്സ് എങ്ങനെയാണ്, ടാൻജൻഷ്യൽ ആണ് അല്ലെ. ഞാൻ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ടാൻജൻഷ്യൽ ആണ്. സി, ഞാൻ ഇങ്ങനെയാണ് ഫോഴ്സ് കൊടുക്കുന്നത്. ഓക്കെ, സെന്റർ ഓഫ് മാസ് ആണ് പോകേണ്ടത്. ഓക്കെ, ചെറിയ ഒബ്ജക്റ്റ് എന്ന് വിചാരിച്ചാൽ മതി. സി, സോ ബോഡി ഇവിടെ എത്തിയാൽ എന്റെ ഫോഴ്സ് എന്തായിരിക്കും, ഇങ്ങനെ അല്ലേ. ഇവിടെ ഞാൻ കൊടുക്കുന്ന ഫോഴ്സ് ഇസ് ഈക്വൽ ടു 100 ന്യൂട്ടൺ തന്നെ, കോൺസ്റ്റന്റ്. മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റന്റ് തന്നെ, മാഗ്നിറ്റ്യൂഡ് അല്ലേ. ഞാനിപ്പോ എന്ന് ബിയിലേക്ക് നീക്കുമ്പോൾ എന്ന് ബിയിലേക്ക് വരെ മാഗ്നിറ്റ്യൂഡ് എന്ത് തന്നെയാണ്, കോൺസ്റ്റന്റ് തന്നെയാണ് അല്ലേ. മാഗ്നിറ്റ്യൂഡ് എന്ത് തന്നെയാണ്, മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റന്റ് അല്ലേ, എ ടു ബി. പക്ഷേ ഡിറക്ഷൻ വേരിയബിൾ അല്ലടാ. ഡിറക്ഷൻ വേരിയബിൾ അല്ലേ, ആണ്, ഡിറക്ഷൻ വേരിയബിൾ ആണ് അല്ലേ. കാരണം ടാൻജൻഷ്യൽ ആണ്. ഇവിടെ ഡയറക്ഷൻ ഫോഴ്സിന് ഇങ്ങോട്ട്, ഇവിടെ ഡയറക്ഷൻ ഫോഴ്സിന് ഇങ്ങോട്ട്, ഇവിടുത്തെ ഡയറക്ഷൻ എന്തായിരിക്കും, ഇങ്ങോട്ട്. സോ ഇവിടെയുള്ള ഫോഴ്സ് കോൺസ്റ്റന്റ് ആണോ വേരിയബിൾ ആണോ, ദിസ് എഫ് ഈസ് എ വേരിയബിൾ ഫോഴ്സ്. നമുക്ക് എഫ് ഇസ് ഈക്വൽ W ഇസ് ഈക്വൽ ടു Fs cos തീറ്റ അല്ലെങ്കിൽ F ഡോട്ട് എസ് അല്ലെങ്കിൽ ഫോഴ്സ് അലോങ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ഇൻറ്റു എസ്. ആ ഫോർമുല കൊടുക്കാൻ പറ്റുമോ? നെവർ, പറ്റത്തില്ല. സോ നമുക്ക് എന്ത് ചെയ്യണം, വർക്ക് ഡൺ ബൈ ഹൂ, വർക്ക് ഡൺ ബൈ വേരിയബിൾ ഫോഴ്സ്. അതിന്റെ ഫോർമുല എന്ത്, വർക്ക് ഡൺ ബൈ വേരിയബിൾ ഫോഴ്സ്. ഓക്കെ, വർക്കാണ് ഇഫ് ഫോഴ്സ് ഈസ് വേരിയബിൾ. അതല്ലേ നമ്മള് കോൺസ്റ്റന്റ് ആണെങ്കിൽ കഴിഞ്ഞ സ്ലൈഡ് പറഞ്ഞു, കഴിഞ്ഞ പേജിൽ പറഞ്ഞു. ഇവിടെ എന്താണ് നമ്മുടെ കയ്യില്, എഫ് ഈസ് വേരിയബിൾ അല്ലേ, എഫ് ഈസ് വേരിയബിൾ. ഓക്കെ, വേരിയബിൾ ആണെങ്കിൽ നമ്മൾക്ക് നോക്കിക്കോളെ, dw is equal to W is equal to Fs അല്ലേ. അപ്പം dw is equal to നമുക്ക് F ന്റെ dx നൽകിക്കൂടെ, ഇതിനെന്ത് ചെയ്യാ, ഇന്റഗ്രേറ്റ് ചെയ്യാം. സോ വർക്ക് ഡൺ is equal to dw ഇന്റഗ്രേറ്റ് ചെയ്താല് മെയിൻ വർക്ക്, ടോട്ടൽ വർക്ക് കിട്ടി, ഈക്വൽ ടു dx. നമുക്ക് dr അല്ലെങ്കിൽ dr എന്ന് എഴുതാം. dr എന്ന് പറയുമ്പോൾ dx dy dz എല്ലാം നമുക്ക് ഉൾപ്പെടുത്താലോ. F ഡോട്ട് ഇൻറ്റു dr. സോ ഇന്റഗ്രൽ F dr cos തീറ്റ അല്ലേ, ആണ്. സോ ഇതാണ് എന്ത്, സോ ഞാൻ ഇവിടെ തിരിക്കുന്ന ഫോർമുലയാണ് എന്ത്, വർക്ക് ഡൺ ബൈ വേരിയബിൾ ഫോഴ്സ്. F is equal to work done W is equal to integral F dot dr or is equal to integral F dr cos theta. ഓക്കെ, ഒരു കാര്യം കൂടി നമുക്ക് ഇത് മനസ്സിലാകും. എന്താണ്, ഏരിയ അണ്ടർ curve between F versus ഡിസ്പ്ലേസ്മെന്റ് curve എന്ത് തരും നമുക്ക്, വർക്ക് അല്ലേ നോക്ക് അല്ലേ. ഇതാണ് നമ്മുടെ ഫോർമുല. ക്ലിയർ. സോ work done by variable force F is equal to
ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ ഓർ ഇന്റഗ്രൽ എഫ് ഡി ആർ കോസ് തീറ്റ. ഡൗട്ട് ഉണ്ടോ? നോ ഡൗട്ട്. ഓക്കെ, യെസ് യെസ്. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ കേസ്, ഞാൻ ആ ക്വാഡ്രോ സർക്കിളിൽ മൂവ് ചെയ്തല്ലോ, അവിടെ നമുക്ക് വേരിയബിൾ ഫോഴ്സ് ആണെന്ന് പറഞ്ഞല്ലോ, അവിടെ എങ്ങനെ വർക്ക് ഡൺ കാണും നമുക്ക് നോക്കാം അല്ലേ? നമ്മൾ നോക്കണ്ടേ? നോക്കണം. യെസ്, നമുക്ക് നോക്കാം അവിടെ എങ്ങനെ വർക്ക് ഡൺ കാണാൻ പറ്റും. സോ ഇതായിരുന്നു നമ്മളെ പാത്ത് അല്ലേ? ഇവിടെ ഞാൻ എന്ത് ചെയ്തു? മാസ് വെച്ചിട്ടുണ്ട് അല്ലേ? എ പോയിന്റ്, ബി പോയിന്റ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു? യെസ്, ഇങ്ങനെയായിരുന്നു ടാൻജൻഷ്യലായിരുന്നു ഫോഴ്സ് കൊടുത്തത് അല്ലേ? ടാൻജൻഷ്യലി ഞാൻ എന്ത് ചെയ്തു? ഫോഴ്സ് കൊടുത്തു. സോ എന്ന് ബിയിലേക്ക് എന്ത് ചെയ്തു? നീക്കി. ഓക്കെ, ഇവിടെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ് അല്ലേ? ഈ ഡയറക്ഷൻ മാറുന്നോണ്ട് ഫോഴ്സ് എന്നാണ് വേരിയബിൾ ആണ്. സോ നമ്മൾ വർക്ക് ഡൺ കാണണം. വർക്ക് ഡൺ കണ്ടൂടെ? എങ്ങനെ കാണും? എങ്ങനെ കാണും? യെസ്, കണ്ടോ? സി കണ്ടോളെ, നോക്കിക്കോളെ. സി ഒരു തീറ്റ ആംഗിൾ കഴിഞ്ഞിട്ട്, മീൻസ് തീറ്റ ആംഗിൾ കഴിഞ്ഞിട്ട് ഞാൻ ചെറിയൊരു ഇന്റർവൽ എടുക്കാണ്. ദറ്റ് ഈസ് എത്ര? ഇന്റർവൽ ഡി തീറ്റ എടുക്കാണ്. ആ ഡി തീറ്റ ആംഗിൾ കവർ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തിട്ടുണ്ടാവും? ഡി ആർ. ഓക്കെ, സിമ്പിൾ. ഓക്കെ, ഈ ഡി ആർ ഡിസ്റ്റൻസ് കവർ ചെയ്യുമ്പോൾ അല്ലെ, ഫോഴ്സ് ടാൻജൻഷ്യലി ഇങ്ങോട്ട്, ഡി ആറും ഇങ്ങോട്ട്. സോ സെയിം ഡിറക്ഷൻ അല്ലേ? യെസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഫോർമുല കൊടുക്കാം അല്ലേ? വർക്ക് is equal to integral f dot dr. So work done is equal to integral അല്ലേ? ഇതല്ലേ നമ്മളെ ഫോർമുല, എഫ് ഡി ആർ കോസ് തീറ്റ. ഇവിടെ തീറ്റ എത്രയാണ് അല്ലേ? ഒരേ ഡിറക്ഷനിലെ എഫും ഡി ആറും. സോ തീറ്റ ഈസ് 0. സോ കോസ് തീറ്റ ഈസ് 1. സോ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ എഫ് ഡി ആർ. ഇനി നമുക്ക് ഈ ഡി ആറിനെ എങ്ങനെ പറയാം? യെസ്, ഡി ആറിന് എങ്ങനെ പറയാം? ഡി ആർ ഈസ് ആക്ച്വലി എന്താണ് അല്ലെ? ആർക്ക് ലെങ്ത് ഇസ് ഈക്വൽ ടു, യെസ്, ആർക്ക് ലെങ്ത് ഇസ് ഈക്വൽ ടു അല്ലെ, ആംഗിൾ കവേർഡ് ഇൻറ്റു റേഡിയസ് അല്ലടാ? ആണ്, ഇങ്ങനെ ഫോർമുല ഉണ്ടല്ലോ. സോ അത് ആ ഫോർമുല വെച്ച് നോക്കുകയാണെങ്കിൽ ആർക്ക് ലെങ്ത് ഡി ആർ ഇസ് ഈക്വൽ ടു നമുക്ക് ഇവിടെ എന്ത് കിട്ടും? തീറ്റ ഇൻറ്റു റേഡിയസ് ആർ എന്ന് വിചാരിച്ചു, ഡി തീറ്റ ഇൻറ്റു ആർ അല്ലേ? ആണ്. സോ ഡി തീറ്റ ഇസ് ഈക്വൽ ടു ഡി ആർ ബൈ ആർ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്തൂടെ? അപ്ലൈ ചെയ്തോ? സോ വർക്ക് ഡൺ എഫ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ എഫ് ഡി ആറിന് പകരം എന്ത്? ഡി തീറ്റ ഇൻറ്റു ആർ. ദാറ്റ് ഈസ് ആർ ഡി തീറ്റ. ഓക്കെ, എഫ് ആർ ഡി തീറ്റ. ഓക്കെ, എഫ് ആർ ഇന്റഗ്രൽ ഡി തീറ്റ ശരിക്കും എവിടെ നിന്നാണ് തീറ്റ ചെയ്യുന്നത് അല്ലെ? തീറ്റ ഇവിടെ എത്തുമ്പോൾ എത്തുന്നത്. ദാറ്റ് ഈസ് 0 to 90 അല്ലേ? ദാറ്റ് ഈസ് 0 to π/2 അല്ലേ? സോ എഫ് ആർ അല്ലേ? എഫ് ആർ π/2 ഇന്റഗ്രൽ π/2. സോ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു എഫ് ആർ π/2. ഇതായിരിക്കും വർക്ക് ഡൺ അല്ലേ? വേരിയബിൾ ഫോഴ്സ് ഉണ്ട്, ഞാൻ എന്ത് ചെയ്തു? ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ വെച്ച് എന്ത് ചെയ്തു? ഞാൻ കണ്ടുപിടിച്ചു. എന്തേലും ഡൗട്ട് ഉണ്ടോ? നോ ഡൗട്ട്. ഓക്കെ, യെസ്. സോ യാ, വേരിയബിൾ ഫോഴ്സും കഴിഞ്ഞു. ഇനി നമുക്ക് അഗൈൻ നമ്മൾ കോൺസ്റ്റന്റ് ഫോഴ്സ്, ഓക്കെ, വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി പഠിക്കാം. വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി. ഇവിടെ നമ്മളെ ഫോഴ്സ് എന്താണ്? ഗ്രാവിറ്റി അല്ലെ? ഗ്രാവിറ്റി എപ്പോഴും എഫ് ഇസ് ഈക്വൽ ടു എം ജി അല്ലേ? സോ കോൺസ്റ്റന്റ് ആണ്, ഡിറക്ഷനും കോൺസ്റ്റന്റ് ആണ്, മാഗ്നിറ്റ്യൂഡും കോൺസ്റ്റന്റ് ആണ്. എപ്പോഴും സെന്റർ ഓഫ് എർത്തിലേക്കാണ് വിളിക്കുന്നത്. ആ കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. സോ നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിൾ എഫ് ഡോട്ട് എസ് എഫ് എസ് കോസ് തീറ്റ ഫോർമുല കൊടുക്കാം. ഓക്കെ, സോ നമുക്ക് ചെയ്തൂടെ? ചെയ്യാം. യെസ്. സോ ഓക്കെ, സി എ പോയിന്റ്, ബി പോയിന്റ്. ഓക്കെ, എന്റെ കയ്യിൽ എന്തുണ്ട്?
ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ഒബ്ജക്റ്റിനെ ഞാൻ എ എന്ന് ബിയിലേക്ക് എന്ത് ചെയ്തു? കൊണ്ടുപോയി. ആര് കൊണ്ടുപോയി? ഞാൻ കൊണ്ടുപോയി. ആര് കൊണ്ടുപോയി? ഞാൻ കൊണ്ടുപോയി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നോട്ട് മീൻസ് ഞാൻ എ എന്ന് ബിയിലേക്ക് ഞാൻ കൊണ്ടുപോയി അല്ലേ? അതായത് ഞാൻ എന്ത് ചെയ്തു? എ എന്ന് എടുത്തിട്ട് ബിയിലേക്ക് കൊണ്ടുപോയി. ദാറ്റ് മീൻസ് വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ആണ് ഇവിടെ അല്ലേ? ഞാനല്ലേ എക്സ്റ്റേണൽ? ആരാണോ എടുത്ത് കൊണ്ടുവച്ചത് അതാണ് എക്സ്റ്റേണൽ. സോ നോക്കിക്കോ, വർക്ക് ഡൺ എ ടു ബി, ദാറ്റ് ഈസ് ഓൾസോ എക്സ്റ്റേണൽ ഫോഴ്സ് ആണ് ചെയ്തത്. എക്സ്റ്റേണൽ ഫോഴ്സ് ഞാനാണ് ചെയ്തത്. എത്രയായിരിക്കും? സി, ഈ എമ്മിൽ എപ്പോഴും ഈ ഒബ്ജക്റ്റിൽ എപ്പോഴും താഴോട്ടേക്ക് ആക്ട് ചെയ്യുന്ന എച്ച് ഹൈറ്റിലാണ് നീക്കിയത്. ഓക്കെ, താഴോട്ടേക്ക് എപ്പോഴും ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതാടാ? എം ജി അല്ലേ? എം ജി ആണ്. ഓക്കെ, സോ ഞാനതിന് ഓവർകം ചെയ്തിട്ട് വിത്തൗട്ട് ഒരു ആക്സിലറേഷൻ ഇല്ലാണ്ട് മുകളിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഞാൻ എത്ര ഫോഴ്സിന് കൊടുക്കണം? ഞാൻ എം ജി. സോ ഞാൻ കൊടുത്ത ഫോഴ്സ് എം ജി അല്ലേ? കൊണ്ടുപോയ ഹൈറ്റ് എം ജി എച്ച് അല്ലേ? സോ ആക്ച്വലി ദിസ് ഈസ് ദ വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ഗ്രാവിറ്റി. അതാണ് വർക്ക് ഡൺ എ ടു ബി എക്സ്റ്റേണൽ എം ജി എച്ച്. ഇനി ഇവിടെ വർക്ക് ഡൺ എ ടു ബി ബൈ എം ജി മീൻസ് ബൈ ഗ്രാവിറ്റി എത്രയായിരിക്കും? ഗ്രാവിറ്റി ആക്ടും താഴോട്ടേക്ക് എം ജി, കൊണ്ടുപോയത് ഹൈറ്റ് മുകളോട്ടേക്ക് എച്ച്. ദാറ്റ് മീൻസ് എം ജിയും എച്ചും ആന്റി പാരലൽ. ദാറ്റ് മീൻസ് കോസ് തീറ്റ 180 കോസ് തീറ്റ -1. സോ എം ജി ഇൻറ്റു എച്ച് ഇൻറ്റു -1 ദാറ്റ് ഈസ് മൈനസ് എം ജി എച്ച് അല്ലേ? സോ ഞാൻ എന്ന് ബിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ എക്സ്റ്റേണൽ ചെയ്യുന്ന ഫോഴ്സ് പ്ലസ് എം ജി എച്ച്, ഗ്രാവിറ്റി ചെയ്യുന്ന വർക്ക് മൈനസ് എം ജി എച്ച്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്തു നോക്കണേ. ഞാൻ ഈ ഒബ്ജക്റ്റിനെ എന്ത് ചെയ്തു? സി, ഒരു വിത്തൗട്ട് ആംഗിൾ ഇങ്ങനെ കൊണ്ട് ഇവിടെ ബിയിൽ വെച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്ത വർക്ക് എന്നായിരിക്കും? എക്സ്റ്റേണൽ ചെയ്ത വർക്ക് ഗ്രാവിറ്റി ചെയ്ത വർക്ക് മാറോ ഇല്ലയോ എന്നാണ് ചോദ്യം. ഒരിക്കലും മാറില്ല. കാരണം ഇവിടെ നോക്കിക്കോ, ഒബ്ജക്റ്റ് എന്ത് ചെയ്തു? ഇവിടെ എത്തി. എം ജി താഴോട്ടേക്ക് ആക്റ്റീവില്. പിന്നെ ഞാൻ മുകളോട്ട് കൊടുക്കേണ്ട ഫോഴ്സ് അതായത് എഫ് എക്സ്റ്റേണൽ അത് മുകളോട്ട് തന്നെ അല്ലേ? ഇങ്ങോട്ടേക്ക് എല്ലാപ്പോഴും ഒരേ ഡയറക്ഷൻ അല്ലേ? ഡിസ്പ്ലേസ്മെന്റോ എച്ച് അതും മുകളിലോട്ട് ഒരേ ഡയറക്ഷൻ അല്ലേ? സോ എന്ന് ബിയിലേക്ക് ആംഗിളിൽ കൊണ്ടുപോയാലും എന്ത് ചെയ്യുന്നില്ല? വർക്ക് ഡണ്ണിൽ ഒരു മാറ്റവും വരുന്നില്ല. സോ ഇവിടെയും വർക്ക് ഡൺ, ഈ കേസിലും വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ എ ടു ബി പ്ലസ് എം ജി എച്ച് ആൻഡ് വർക്ക് ഡൺ ബൈ എം ജി എ ടു ബി ഈസ് ഓൾസോ ഈസ് മൈനസ് എം ജി എച്ച്. ഡൗട്ട് ഉണ്ടോ? നോ ഡൗട്ട്. സോ ആക്ച്വലി ഈ ഇവിടെ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? അതായത് വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി or against gravity, that is worked by external, it is independent of the path followed അല്ലെ? ഞാൻ ഇങ്ങനെ പോയപ്പോഴും എം ജി എച്ച്, എക്സ്റ്റേണൽ ചെയ്യുന്ന വർക്ക്. ഇങ്ങനെ പോയപ്പോഴും ഗ്രാവിറ്റി ചെയ്യുന്ന വർക്ക് മൈനസ് എം ജി എച്ച്, ഇങ്ങനെ പോയപ്പോഴും ഗ്രാവിറ്റി ചെയ്യുന്ന വർക്കും എന്ത്? മൈനസ് എം ജി എച്ച്. സോ ദാറ്റ് മീൻസ് എന്താണ്? വർക്ക് ഡൺ, വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഇത്. വർക്ക് done by gravity or against gravity, that means external. അങ്ങനെ തന്നെ കൊടുക്കുക. work done by gravity or external means against gravity. Okay, is independent of path followed. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? No doubt. Yes. So work done by gravity or against gravity here, that is external, is independent of the path followed. Yes, depends only on initial and final position അല്ലെ? Depends only on initial and final position.
ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ അല്ലേ? ഇനീഷ്യൽ ഇവിടെ, ബി ഇവിടെ തന്നെ, ഇവിടെ എ ഇവിടെ തന്നെ, ബി ഇവിടെ തന്നെ. ഇനീഷ്യൽ ഫൈനൽ പോയിന്റ് മാറുന്നുണ്ടോ? മാറുന്നില്ല. സോ സച്ച് ഫോഴ്സസ്, ഇവിടെ ഗ്രാവിറ്റി ആർ നോൺ ആസ് കൺസർവേറ്റീവ് ഫോഴ്സ്. സോ സി, അതായത് ഒരു കൺസർവേറ്റീവ് ഫോഴ്സിന്റെ ഫീൽഡിൽ നമ്മൾ വർക്ക് ചെയ്താൽ അത് ഇൻഡിപെൻഡന്റ് ഓഫ് ദ പാത്ത് സെയിം വർക്ക് ആയിരിക്കും. സോ അത്തരം ഫോഴ്സുകൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? സച്ച് ഫോഴ്സസ് ആർ നോൺ ആസ് കൺസർവേറ്റീവ് ഫോഴ്സ്. സച്ച് ഫോഴ്സസ് ആർ നോൺ ആസ് കൺസർവേറ്റീവ് ഫോഴ്സ്. ഇത്രയും കാര്യങ്ങൾ വളരെ തറവായിരിക്കണേ. സോ വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി ഓർ എക്സ്റ്റേണൽ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ പാത്ത് ഫോളോഡ് അല്ലെ? എ എന്ന ബിയിലേക്ക് ഇങ്ങനെ പോയപ്പോഴും എക്സ്റ്റേണൽ ചെയ്ത വർക്ക് അല്ലെങ്കിൽ ഞാൻ ചെയ്ത വർക്ക് mgh, ഗ്രാവിറ്റി ചെയ്ത വർക്ക് -mgh. ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. സച്ച് ഫോഴ്സസ് ആർ നോൺ ആസ് കൺസർവേറ്റീവ് ഫോഴ്സ്. ഡൗട്ട് ഉണ്ടോ? നോ ഡൗട്ട്. ഓക്കെ, നോ ഡൗട്ട്. സോ കഴിഞ്ഞല്ലോ. സി, ഫോഴ്സ് പറഞ്ഞു, വർക്ക് പറഞ്ഞു, എഫ് ഡോട്ട് എസ്, എഫ് എസ് കോസ് തീറ്റ. വർക്ക് ഡൺ ബൈ കോൺസ്റ്റന്റ് ഫോഴ്സ്. കോൺസ്റ്റന്റ് ഫോഴ്സ് മീൻസ് ഫോഴ്സ് ഷുഡ് ബി കോൺസ്റ്റന്റ് ഇൻ ഡിറക്ഷൻ. സെയിം മാഗ്നിറ്റ്യൂഡ് ആയിരിക്കണം, സെയിം ഡിറക്ഷൻ ആയിരിക്കണം ത്രൂ ഔട്ട് ദ മോഷൻ. സോ എഫ് എസ് കോസ് തീറ്റ നമുക്ക് കൊടുക്കാം. ഇനി വേരിയബിൾ ഫോഴ്സ് ആണെങ്കിൽ ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ, ഇന്റഗ്രൽ എഫ് ഡി ആർ കോസ് തീറ്റ പറഞ്ഞു അല്ലേ? ഇനി വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി പറഞ്ഞു. വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി അല്ലെ, താഴെ നിന്ന് മുകളിൽ എച്ച് ഹൈറ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി -mgh ആയിരിക്കും. And the work done by gravity is independent of the path followed. So gravitational force എന്ത് പറയാം? കൺസർവേറ്റീവ് ഫോഴ്സ് ആണെന്ന് പറയാം. ഓക്കെ, അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്നറിയാവോ? വെരി ഇമ്പോർട്ടന്റ്, ദ പൊട്ടൻഷ്യൽ എനർജി. എന്ത്? പൊട്ടൻഷ്യൽ എനർജി. എന്താണ് പൊട്ടൻഷ്യൽ എനർജിയുടെ ഡെഫിനിഷൻ? ജസ്റ്റ് ചോദിച്ചാൽ എന്താണ് പറയാ അല്ലെ? മീൻസ് കൈനറ്റിക് എനർജി നമ്മൾ എന്താ പറയാ? എനർജി ഡ്യൂ ടു വിർച്യൂ ഓഫ് മോഷൻ, അങ്ങനെ പറയത്തില്ലേ? അതുപോലെ പൊട്ടൻഷ്യൽ എനർജിനെ പറ്റി ആരെങ്കിലും ജസ്റ്റ് ഒരു ഡെഫിനിഷൻ ചോദിച്ചാൽ എന്താ പറയാ? പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു, പൊട്ടൻഷ്യൽ എനർജി ഈസ് എനർജി ഡ്യൂ ടു കോൺഫിഗറേഷൻ ഓഫ് ദ ഒബ്ജക്ട്. എനർജി ഡ്യൂ ടു ജസ്റ്റ് കോൺഫിഗറേഷൻ ഓഫ് ഒബ്ജക്ട്. ഇതാണ് എന്ത്? പൊട്ടൻഷ്യൽ എനർജിയുടെ ഒരു സിമ്പിൾ ഡെഫിനിഷൻ എന്ന് പറയാം. എനർജി ടു കോൺഫിഗറേഷൻ ഓഫ് ഒബ്ജക്ട്. ഇനി എന്താണ് പൊട്ടൻഷ്യൽ എനർജി നോക്കാം. നേരത്തെ ഞാൻ എന്ത് ചെയ്തു? നേരത്തെ കേസില്ലേ? ഇത് ഇപ്പോഴും മനസ്സിലുണ്ടാവണേ. ഓക്കെ, വർക്ക് ഡൺ എ ടു ബി എക്സ്റ്റേണലി പ്ലസ് mgh. ആക്ച്വലി അത് തന്നെയാണ് എന്ത്? നമ്മള് പൊട്ടൻഷ്യൽ എനർജി. അതിലേക്ക് ഞാൻ വരാം. സോ പൊട്ടൻഷ്യൽ എനർജിയുടെ മെയിൻ ഡെഫിനേഷനിലേക്ക് നോക്കിക്കോ. മെയിൻ ഡെഫിനേഷൻ എന്താ നോക്കിക്കോ. പൊട്ടൻഷ്യൽ എനർജി നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്? EU, capital letter U അല്ലേ? Potential energy is amount of, potential energy is again a scalar quantity, okay? Amount of work done by who? External agent against gravity. പിന്നെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കണം? ഡിസ്പ്ലേസ്മെന്റ് ഷുഡ് ബി സ്ലോലി. സോ ഇതാണ് എന്ത്? ഡെഫിനിഷൻ. Potential energy is amount of work done by external agent against gravity. Displacement should be slowly. That means work done is mgh plus mgh only. That is the potential energy plus mgh. ഇവിടെ നോക്കിക്കോ, എങ്ങനെയാ വേഗം നോക്കി. സെയിം സ്റ്റോറി. എന്ത് ചെയ്തു? ഞാൻ ബിയിലേക്ക് കൊണ്ടുപോയി എമ്മിനെ. ഡൗട്ട് ഉണ്ടോ? ഒരു ഡൗട്ടും ഇല്ലല്ലോ? ഇല്ല. ഏത് പോയിന്റ് എടുത്താലും എന്തായിരിക്കും? താഴോട്ടേക്ക് mg ആക്റ്റീവ്. ഏത് പോയിന്റ് എടുത്താലും മീൻസ് ഞാൻ ഇങ്ങനെ കൊണ്ടുപോകല്ലേ, ഈ എച്ച് ഹൈറ്റിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകല്ലേ. ഏത് പോയിന്റ് എടുത്താലും ആ എം മാസിലേക്ക് mg താഴോട്ട് ആക്ട് ചെയ്യും. സോ ആ mgനെ കോൺട്രാക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ കൊടുക്കുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് എന്തായിരിക്കും? അത് തന്നെയായിരിക്കും, mg തന്നെയായിരിക്കും അല്ലെ? പ്ലസ് mg ആയിരിക്കും ഞാൻ കൊടുക്കുന്നത്, താഴോട്ടേക്ക് -mg. അങ്ങനെയും പറഞ്ഞാൽ മതി. ദാറ്റ് മീൻസ് നെറ്റ് ഫോഴ്സ് ആ ഒബ്ജക്റ്റിൽ എപ്പോഴും നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ എപ്പോഴും ആ ഒബ്ജക്റ്റിൽ ആക്സലറേഷൻ ഉണ്ടാവത്തില്ല. അതായത് വെലോസിറ്റി എപ്പോഴും എന്തായിരിക്കും? ആ ഒബ്ജക്റ്റില് കോൺസ്റ്റന്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് ഒബ്ജക്റ്റ് ഈസ് മൂവിങ് സ്ലോലി വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി. അങ്ങനെ നീക്കണം.
ഡെഫിനേഷൻ അങ്ങനെയാണ്. ഓക്കെ, ഡെഫിനേഷൻ വൈസ് പറയുമ്പോൾ അങ്ങനെയാണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ. സോ നമുക്ക് മെയിൻ എന്ത് ചെയ്യാം, നമുക്ക് ഇനി ഡെഫിനേഷനിലേക്ക് ഇക്വേഷനിലേക്ക് പോകാം. നമ്മൾ അല്ലെ ഇക്വേഷൻ. സോ വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ എനർജി ഹിയർ എന്താണത്, പ്ലസ് mgh അല്ലേ. സോ അത് തന്നെയാണ് എന്ത്, നമ്മളെ പൊട്ടൻഷ്യൽ എനർജി. സിമ്പിൾ. എനി ഡൗട്ട്? വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു. വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഫോഴ്സ് ആണ് നമ്മളെ പൊട്ടൻഷ്യൽ എനർജി. ദാറ്റ് ഈസ് പ്ലസ് mgh, ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ എനർജി. യെസ്, കഴിഞ്ഞല്ലോ. യെസ്, ഇനി നമുക്ക് അടുത്ത പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിംഗ് നോക്കാം. പൊട്ടൻഷ്യൽ എനർജി, ബേസിക് പൊട്ടൻഷ്യൽ എനർജി പറഞ്ഞു അല്ലെ. പൊട്ടൻഷ്യൽ എനർജി ഗ്രാവിറ്റേഷണൽ ഫീൽഡിലാവുമ്പോൾ പൊട്ടൻഷ്യൽ എനർജിയാണ് പ്ലസ് mgh. ഓക്കെ, ബൈ എക്സ്റ്റേണൽ ഏജന്റ്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് വർക്ക് ഡൺ ബൈ സ്പ്രിംഗ് ഫോഴ്സ്. വർക്ക് ഡൺ ബൈ സ്പ്രിംഗ് ഫോഴ്സ്. വർക്ക് ഡൺ ബൈ സ്പ്രിംഗ് ഫോഴ്സ് അല്ലെ. വർക്ക് ഡൺ ബൈ സ്പ്രിംഗ് ഫോഴ്സ് നോക്കാം. ഇത് കുറച്ച് എന്താണ്, നല്ല ശ്രദ്ധിച്ചോ. സി, വർക്ക് ഡൺ ബൈ സ്പ്രിംഗ് ഫോഴ്സ്. ഞാൻ എന്ത് ചെയ്തു, ഒരു സ്പ്രിങ്ങിന് എന്ത് ചെയ്തു, യെസ്, ഇവിടെ ഫിക്സ് ചെയ്തു. ഓക്കെ, സോ സ്പ്രിങ്ങിന്റെ നാച്ചുറൽ ലെങ്ത് ഇതാണ്. ദാറ്റ് മീൻസ് സ്പ്രിങ്ങിന്റെ ഇതാണ്. NL മീൻസ് നാച്ചുറൽ ലെങ്ത് ഇത്രയാണ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, ആ സ്പ്രിങ്ങിനെ എക്സ് ഡിസ്റ്റൻസ് എന്ത് ചെയ്തു, വലിച്ചു. സോ നെക്സ്റ്റ് കണ്ടീഷൻ, ഞാൻ സ്പ്രിങ്ങിനെ എന്ത് ചെയ്തു, എക്സ് ഡിസ്റ്റൻസ് വലിച്ചു. സ്പ്രിങ് തന്നെ ഞാൻ എന്ത് ചെയ്തു, എക്സ് ഡിസ്റ്റൻസ് വലിച്ചു. സോ നാച്ചുറൽ ലെങ്ത് ഇതാണല്ലോ. അതിൽ നിന്ന് എത്ര മുമ്പോട്ട് നീങ്ങി ആ ഒബ്ജക്ട്, ആ സ്പ്രിങ്, എക്സ് ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും, എക്സ് അല്ലെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. എക്സ് ഡിസ്റ്റൻസ് ഞാൻ ആ സ്പ്രിങ്ങിനെ നാച്ചുറൽ ലെങ്ത് എന്ന് വലിച്ചാൽ ഒബിയസ്ലി നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ ലോസ് ഓഫ് മോഷനിൽ പറഞ്ഞിട്ടുണ്ട്, സ്പ്രിംഗ് ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എത്ര ആക്ട് ചെയ്യും, മൈനസ് കെ എക്സ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ, സ്പ്രിംഗ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് അല്ലേ. ഇവിടെ എന്ത് ആക്ട് ചെയ്യും, നമുക്ക് സ്പ്രിംഗ് ഫോഴ്സ് മൈനസ് കെ എക്സ് ആക്ട് ചെയ്യും അല്ലേ. സോ ഈ സ്പ്രിംഗ് ഫോഴ്സ് കെ എക്സ് എന്ന് പറയുന്നത്, ഇപ്പൊ നമുക്ക് ഇനി വർക്ക് ഡൺ കാണാം അല്ലെ. വർക്ക് ഡൺ ബൈ സ്പ്രിംഗ് ഫോഴ്സ് വർക്ക് ഡൺ കാണണം. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് എഫ് ഡോട്ട് എസ്. നമ്മളെ ചോദ്യം എന്താണ്, ഈ ഫോഴ്സ് കോൺസ്റ്റന്റ് ആണോ, ഈ ഫോഴ്സ് വേരിയബിൾ ആണോ? ഈ ഫോഴ്സ് കോൺസ്റ്റന്റ് ആണോ? mg പോലെ എപ്പോഴും mg ആണോ? അല്ല. dx എടുത്താലുള്ളത് ഫോഴ്സ് മൈനസ് കെ ഇൻടു dx അല്ലേ. ഇനി അതായത് ഡിസ്പ്ലേസ്മെന്റ് മാറുന്നതനുസരിച്ച് എന്ത് മാറുന്നുണ്ട്, ഇവിടെ ഫോഴ്സും മാറുന്നുണ്ട്. സോ ഫോഴ്സ് ഈസ് എ വേരിയബിൾ. ഫോഴ്സ് വേരിയബിൾ ആയതുകൊണ്ട് തന്നെ വർക്ക് ഡൺ ബൈ സ്പ്രിംഗ്, വർക്ക് ഡൺ ബൈ സ്പ്രിംഗ് എങ്ങനെ കാണും നമ്മൾ? വർക്ക് ഡൺ ബൈ സ്പ്രിംഗ് കാണാൻ ഏത് ഫോർമുല കൊടുക്കണ നമുക്ക്, എഫ് ഡോട്ട് ഡി ആർ അല്ലെങ്കിൽ എഫ് ഡോട്ട് ഡി എക്സ്. ഇവിടെ എക്സ് ഡിസ്റ്റൻസ് മാത്രമല്ലേ മൂവ് ചെയ്യുന്നുള്ളൂ. സോ എഫ് ഡോട്ട് ഡി എക്സ്. സോ വർക്ക് ഡൺ ബൈ സ്പ്രിംഗ് ഈ ഫോർമുല വെച്ചാലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റൂ. യെസ്. സോ ഈ ഫോർമുല വെച്ച് നമുക്ക് സോൾവ് ചെയ്യാം. സ്പ്രിംഗ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഈസ് എ വേരിയബിൾ അല്ലേ. സ്പ്രിംഗ് ഫോഴ്സ് ഈസ് എ വേരിയബിൾ. അതുകൊണ്ടാണ് ഞാൻ ഈ ഫോർമുല കൊടുത്തത്. നേരത്തെ വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി കാണുമ്പോൾ ജസ്റ്റ് mg എടുത്തു പോയി. കാരണം എന്താ, ഇവിടെ തീറ്റ 0 ആയിരുന്നു. പിന്നെ mg എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ഫോഴ്സ് ആയിരുന്നു. സോ mgh കോസ് തീറ്റ mgh. പക്ഷേ ഈ സ്പ്രിംഗ് ഫോഴ്സ് കോൺസ്റ്റന്റ് ആണോ? അല്ല, സ്പ്രിംഗ് ഫോഴ്സ് വേരിയബിൾ ആണ്. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് എഫ് ഡോട്ട് ഡി ആർ, ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ ഫോർമുല കൊടുക്കുന്നത്. സോ ഇന്റഗ്രൽ എഫ് എന്താണ് ഇവിടെ, എഫ് ഡി അല്ലെ. എഫ് എന്താണ്, മൈനസ് കെ എക്സ് അല്ലെ, മൈനസ് കെ എക്സ് ഡി എക്സ് അല്ലെ. ഇന്റഗ്രേറ്റ് ചെയ്താൽ വർക്ക് ഡൺ ബൈ സ്പ്രിംഗ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു മൈനസ് കെ. പുറത്ത് വരത്തില്ലേ, പുറത്ത് വരും. സോ എക്സ് ഡി എക്സ് ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ ടു അല്ലേ. എക്സ് ഇനീഷ്യൽ എക്സ് ഫൈനൽ അല്ലേ, ഇതല്ലേ. സോ വർക്ക് ഡൺ ബൈ സ്പ്രിംഗ് ഇസ് ഈക്വൽ ടു മൈനസ് കെ ബൈ ടു എക്സ് ഫൈനൽ സ്ക്വയർ മൈനസ് എക്സ് ഇനീഷ്യൽ സ്ക്വയർ. This is the work done by spring. This is the work done by spring. ഒന്നുകൂടി പറഞ്ഞാൽ വർക്ക് ഡൺ ബൈ സ്പ്രിംഗ് ഇസ് ഈക്വൽ ടു, സി മൈനസ് ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്തു, ഈ എക്സ് ഇനീഷ്യൽ ഡിസ്റ്റൻസിന് ആദ്യം എടുത്തു. അങ്ങനെ ചെയ്താല് ഹാഫ് ഇൻറ്റു കെ എക്സ് ഐ സ്ക്വയർ മൈനസ് ഹാഫ് ഇൻറ്റു കെ എക്സ് ഫൈനൽ സ്ക്വയർ. ഓക്കെ, സോ ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടുമല്ലോ. ഇതാണ് വർക്ക് ഡൺ ബൈ സ്പ്രിംഗ്.
പക്ഷെ നമ്മൾ ഈ കേസിൽ നമ്മൾ നാച്ചുറൽ ലെങ്ത് എന്നല്ലേ സ്റ്റാർട്ട് ചെയ്തത്. നാച്ചുറൽ ലെങ്ത് എന്ന് സ്റ്റാർട്ട് ചെയ്തത് അതിന്റെ അർത്ഥം എക്സ് ഇനീഷ്യൽ ഡിസ്റ്റൻസ് 0 ആണല്ലോ. ഇനീഷ്യൽ ഡിസ്റ്റൻസ് 0 അല്ലെ. ഇനീഷ്യൽ ഡിസ്റ്റൻസ് 0 ആൻഡ് ദ ഫൈനൽ ഡിസ്റ്റൻസ് അറ്റൈൻഡ് ഈസ് എക്സ്. സോ വർക്ക് ഡൺ ബൈ സ്പ്രിംഗ് ഇസ് ഈക്വൽ ടു, ഇത് 0 ആയി പോയില്ലടാ, ഇത് 0 ആയി പോയില്ലേ. സോ മൈനസ് ഹാഫ് കെ എക്സ് സ്ക്വയർ. See, this is the work done by spring. This is the work done by spring. This is the work done by spring. Yes, നേരത്തെ നമുക്ക് വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി കിട്ടിയത് -mgh. ഓക്കെ, അവിടെ നമുക്ക് വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഏജന്റ് കിട്ടിയത് +mgh. അതായിരുന്നു അതിന്റെ പൊട്ടൻഷ്യൽ എനർജി. സോ ഇവിടെ വർക്ക് ഡൺ ബൈ സ്പ്രിംഗ് ഈസ് അല്ലെ -12 kx². സോ വർക്ക് ഡൺ ബൈ spring is -12 kx² അല്ലെ. വർക്ക് സ്പ്രിങ് ചെയ്ത വർക്ക് ഇത്രയാണെങ്കിൽ വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ എത്രയായിരിക്കും? അതിന്റെ നേരെ അല്ലെ സൈന് മാറ്റിയാൽ മാത്രം പോരെ, +12 kx². സോ ഈ വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ആണ് എന്ത് ആവുന്നത്, അതിന്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറുന്നത് അല്ലെ. പൊട്ടൻഷ്യൽ എനർജി അതല്ലടാ, വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഏജന്റ്. സോ ദിസ് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി U. ദാറ്റ് ഈസ് U ടേൺസ് ഔട്ട് ആസ് +12 kx². ഒന്നുകൂടി പറഞ്ഞാൽ ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി വിളിക്കാം. എന്തിനാ? സ്പ്രിങ്ങിന്റെ പൊട്ടൻഷ്യൽ എനർജിനാ. ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു 12 kx². നമുക്ക് എങ്ങനെ കിട്ടി? ആദ്യം നമ്മൾ സ്പ്രിങ് ചെയ്ത വർക്ക് നോക്കി. സ്പ്രിങ് ചെയ്ത വർക്ക് -12 kx². സോ വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ എന്തായിരിക്കും? +12 kx². അത് വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ആണ് എന്ത്? പൊട്ടൻഷ്യൽ എനർജി. സോ പൊട്ടൻഷ്യൽ എനർജി ഈസ് +12 kx². സോ ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ഈസ് 12 kx². ആൻഡ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി, അവിടെ നമുക്ക് കണ്ട പൊട്ടൻഷ്യൽ എനർജി എത്രയായിരുന്നു? +mgh. വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഏജന്റോ +mgh. വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റിയോ -mgh അല്ലെ. രണ്ടും നമ്മൾ എന്ത് ചെയ്യാം? കമ്പയർ ചെയ്തിട്ട് സുഖമായിട്ട് എന്ത് ചെയ്യാം? നമുക്ക് പഠിച്ചു പോകാം. ഓക്കെ, യെസ്. നെക്സ്റ്റ് നമ്മളൊക്കെ എന്തിലേക്ക് പോകാം? നെക്സ്റ്റ് വി ആർ മൂവിങ് ടു വാട്ട്? കൈനറ്റിക് എനർജി. പൊട്ടൻഷ്യൽ എനർജി കഴിഞ്ഞു. നെക്സ്റ്റ് എന്താണ്? കൈനറ്റിക് എനർജി. അതിനു മുമ്പ് നമുക്ക് പറഞ്ഞു പോയതൊക്കെ ഇതിലില്ലേ എന്നൊന്ന് കൺഫേം ചെയ്യാം. എല്ലാം ഉണ്ടാവും. നമ്മൾ സ്കെലാർ പ്രൊഡക്റ്റ് ഇതൊക്കെ പറഞ്ഞായിരുന്നു. മോഷൻ പറഞ്ഞു. സ്കെലാർ പ്രൊഡക്റ്റ് മീൻസ് എ ഡോട്ട് ബി ഈസ് എ ബി കോസ് θ അല്ലെ. ഇതാണ് സ്കെലാർ പ്രൊഡക്റ്റ്. എ ഡോട്ട് ബി ഈസ് ബി. സോ അത് തന്നെയാണ് ഫോഴ്സ് അല്ലെ. വർക്കിന് കിട്ടുന്നത് സ്കെലാർ ആയിട്ടാണ് അല്ലേ. യെസ്, work is equal to constant for FD അല്ലേ. Work done by the force is defined to be the product of the component of the force in the direction of displacement. That is force in the direction along the direction of displacement into displacement അല്ലേ. ഇനി നമുക്ക് പറയാൻ പോകുന്നേ ഉള്ളൂ. Work done by variable force. Work done by variable force is what? Integral Fx dx. Integral F dx. See, work done by variable force is work done by variable force is F dot. F dot dr അല്ലടാ. യെസ് അല്ലേ, പറഞ്ഞു പോയതല്ലേ. ഏരിയ അണ്ടർ കർവ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആൻഡ് ഫോഴ്സ് വെക്ടർ ഈസ് ഓൾസോ വർക്ക്. ഏരിയ അണ്ടർ കർവ് അതും പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വർക്ക് എനർജി തരത്തിലേക്ക് വരാം. The concept of potential energy. Potential energy is what? Work done by external agent. Work done by external agent. So kinetic energy like പോകാം. Yes. So kinetic energy. Kinetic energy the basic definition and the simple definition: energy possessed by a body by virtue of its motion. Yes, energy possessed by body by virtue of its motion. Energy possessed by body by virtue of its motion അല്ലെ. ഒരു ബോഡി മൂവ് ചെയ്യുന്നത് കൊണ്ട് ആ ബോഡിക്ക് കിട്ടുന്ന എന്ത് എനർജിയാണ് കൈനറ്റിക് എനർജി. അഗൈൻ എനർജി സ്കെലാർ ക്വാണ്ടിറ്റി.
Work is scalar quantity, and actually work energy same magnitude, c same dimension. Okay, same സാധനം തന്നെയാണ്. Potential energy is worked done by external agent. Yeah, work only. So kinetic energy is energy possessed by a body by virtue of its motion. So see, m mass ഉള്ള ഒരു ഒബ്ജക്റ്റ് u വെലോസിറ്റിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അതിന്റെ കൈനറ്റിക് എനർജി എന്തായിരിക്കും? എല്ലാവർക്കും അറിയാം, ഹാഫ് എം ഇൻറ്റു അതിന്റെ വെലോസിറ്റിനെ സ്ക്വയർ ചെയ്താൽ മതി, ഹാഫ് എം യു സ്ക്വയർ. യെസ്, സിമ്പിൾ. സിമ്പിൾ. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം സി. നമ്മളെ കയ്യിൽ എം മാസ് ഉണ്ട്, അത് പോയിക്കൊണ്ടിരിക്കുന്ന വെലോസിറ്റി വി ആണ്. കൈനറ്റിക് എനർജി എന്താ? ഹാഫ് മാസ് വെലോസിറ്റി സ്ക്വയർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒരു ഡൗട്ടും ഇല്ല. നമുക്കിനി ഈ ഫോർമുലയിൽ നിന്ന് ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനുണ്ട്. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. അതറിയാലോ? ക്ലിയർ ആയി? യെസ്. സോ കൈനറ്റിക് എനർജി നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലെ, ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി സ്ക്വയർ. ഞാൻ എന്തെന്ന് അറിയാവോ? എം ബൈ എം കൊണ്ട് ഇതിനെ ഗുണിച്ചു മൾട്ടിപ്ലൈ ചെയ്യാലോ. സോ 1/2. ഈ എമ്മിന് ഇങ്ങനെ കൊണ്ടുവന്ന എം സ്ക്വയർ ആയില്ലേ? സോ എം സ്ക്വയർ വി സ്ക്വയർ ബൈ എം. ആക്ച്വലി എം സ്ക്വയർ വി സ്ക്വയർ എനിക്ക് അല്ലെ ഇപ്പൊ 1/2 എം സ്ക്വയർ വി സ്ക്വയറിന് എം വി സ്ക്വയർ എഴുതിക്കൂടെ? പി ഈസ് ഈക്വൽ ടു എം വി. ഓർമ്മ ഉണ്ടോ? മൊമെന്റം, ലിനിയർ മൊമെന്റം. സോ 1/2 എം ഇൻറ്റു പി സ്ക്വയർ. സോ കൈനറ്റിക് എനർജിക്ക് നമുക്ക് വേറൊരു ഫോർമുല കിട്ടിയല്ലോ. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു പി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m. പി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു പി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m. ഓക്കെ, രണ്ട് ഫോർമുല കിട്ടി. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു പി സ്ക്വയർ ബൈ പി സ്ക്വയർ ബൈ 2m. സോ കൈനറ്റിക് എനർജി കഴിഞ്ഞു. അടുത്ത് നമുക്ക് വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തിലേക്ക് പോകാൻ? നമുക്ക് വർക്ക് എനർജി തിയറം. വർക്ക് എനർജി നമ്മൾ പറഞ്ഞത് വർക്ക് ഡൺ പറഞ്ഞു, എഫ് ഡോട്ട് ഡി ആർ അല്ലെ എഫ് ഡോട്ട് എസ് വർക്ക് ഡൺ ബൈ കോൺസ്റ്റന്റ് ഫോഴ്സ് എഫ് എസ് കോസ് തീറ്റ വർക്ക് ഡൺ ബൈ വേരിയബിൾ ഫോഴ്സ് ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ അല്ലെ. പിന്നെ നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി പറഞ്ഞു. പൊട്ടൻഷ്യൽ എനർജി എന്താണ്? ബൈ പൊട്ടൻഷ്യൽ എനർജി എന്താണ്? വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഏജന്റ് ആണ് അല്ലെ. വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഏജന്റ് ആണ് അതിന്റെ പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ഗ്രാവിറ്റേഷണൽ എം ജിന്റെ കാര്യത്തിൽ എന്താണത്? പ്ലസ് എം ജി എച്ച്. സ്പ്രിംഗ് ഫോഴ്സിന്റെ കാര്യത്തിൽ ഹാഫ് കെ എക്സ് സ്ക്വയർ ആയിരുന്നു, പ്ലസ് ആണ്. ഇനി നമ്മൾ കൈനറ്റിക് എനർജി പറഞ്ഞു ഹാഫ് എം വി സ്ക്വയർ ആൻഡ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു പി സ്ക്വയർ ബൈ 2m. യെസ്, അത്തരം കാര്യങ്ങൾ ക്ലിയർ ആണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് വർക്ക് എനർജി തിയറം. ഇതിന് ആദ്യത്തെ പോയിന്റ് കാണാതെ പഠിക്കേണ്ടതാണ്. ഓക്കെ, തിയറമാണ്. എന്താണ് വർക്ക് എനർജി തിയറം? എന്താണ് വർക്ക് എനർജി തിയറം? സിംപിളി പറയുന്നത്, വർക്ക് എനർജി തിയറം പറയുന്നത് വർക്ക് ഡൺ ബൈ ഓൾ ഫോഴ്സ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. വർക്ക് ഡൺ ബൈ ഓൾ ഫോഴ്സ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. വർക്ക് ഡൺ ബൈ ഓൾ ഫോഴ്സ്, എത്ര ടൈപ്പ് ഫോഴ്സ് ഉണ്ട്? വർക്ക് ഡൺ ബൈ കൺസർവേറ്റീവ് ഫോഴ്സ് പ്ലസ് വർക്ക് ഡൺ ബൈ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് പ്ലസ് വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഏജന്റ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഒരു കൺസർവേറ്റീവ് ഫോഴ്സിന് എക്സാമ്പിൾ പറ. കൺസർവേറ്റീവ് ഫോഴ്സ് ഈസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എം ജി ഇൻഡിപെൻഡന്റ് ഓഫ് ദ പാത്ത് ഫോളോഡ്. ഒരു നോൺ കൺസർവേറ്റീവ് ഫോഴ്സിന് എക്സാമ്പിൾ പറ. ഫ്രിക്ഷൻ. ഓക്കെ, എക്സ്റ്റേണൽ ഏജന്റ് വർക്ക് നമ്മൾ ചെയ്യുന്ന വർക്ക് അല്ലെ, is equal to change in kinetic energy. യെസ്. സോ ഇതാണ് ബേസിക്കലി, ഇതാണ് സിംപ്ലി വർക്ക് എനർജി തിയറം. വർക്ക് ഡൺ ബൈ ഓൾ ഫോഴ്സ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. വർക്ക് ഡൺ ബൈ ഓൾ ഫോഴ്സ് എന്ന് പറയുമ്പോൾ വർക്ക് ഡൺ ബൈ കൺസർവേറ്റീവ് ഫോഴ്സ് പ്ലസ് വർക്ക് ഡൺ ബൈ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് പ്ലസ് വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഏജന്റ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഇത് നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ എന്ത് ചെയ്യാം? മോഡിഫൈ ചെയ്ത് വരുന്ന നോക്കിക്കോ. നമുക്കറിയാം എന്തായിരുന്നു പൊട്ടൻഷ്യൽ എനർജി? പൊട്ടൻഷ്യൽ എനർജി ഈസ് വാട്ട്? വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഏജന്റ് അല്ലേ. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ എനർജിയാണ് അല്ലേ. നേരത്തെ എം ജി എച്ചിന്റെ കാര്യത്തിൽ പറഞ്ഞ ഓർമ്മയില്ലടാ. അതായത് നോക്ക്, വർക്ക് ഡൺ ബൈ ആ കാര്യം എന്ന് ബിയിലേക്ക് മാറ്റുമ്പോ എച്ച് ഹൈറ്റ് ഉള്ള വർക്ക് ഡൺ ബൈ എം ജി എന്തായിരുന്നു നമുക്ക് കിട്ടിയത്? മൈനസ് എം ജി എച്ച് അല്ലേ. സോ ഈ എം ജി എച്ച്, ഈ മൈനസ് തൊട്ട് എം ജി എച്ച് എന്താ? എം ജി എച്ച്
എം ജി എച്ച് അതിന്റെ പൊട്ടൻഷ്യൽ എനർജി അല്ലേ, പൊട്ടൻഷ്യൽ എനർജി യു അല്ലേ. വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഏജന്റ് അല്ലേ, വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഏജന്റ് എത്ര ഇവിടെ എം ജി എച്ച്, അത് തന്നെയല്ലേ പൊട്ടൻഷ്യൽ എനർജി യു. സി, ഞാനിവിടെ എ സർഫസിനെ 0 ആക്കി എടുത്തതുകൊണ്ടാണ്, ഇവിടെ 0 പൊട്ടൻഷ്യൽ കൊടുത്തത് കൊണ്ടാണ് എ ടു ബി പൊട്ടൻഷ്യൽ എനർജി എം ജി എച്ച് ആയത്. ഇവിടെ സപ്പോസ് ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായിരുന്നെങ്കിൽ ആക്ച്വലി ഈ യു എന്ന് പറയുന്നത് ഡെൽറ്റ യു എടുക്കണം, യു എഫ് മൈനസ് യു ഇനീഷ്യൽ. നമ്മൾ ഗ്രൗണ്ട് വെക്കുമ്പോൾ ഗ്രൗണ്ടിൽ യു ഐ 0 ആണ്, അതുകൊണ്ട് ഒറ്റ യു എന്ന് കൊടുത്താൽ മതി. സോ ഫോർ സേക്ക് ഓഫ് ദ ഡെഫിനിഷൻ, സേക്ക് ഓഫ് ദ ഫോർമുല ഡെൽറ്റ യു കൊടുക്കുക. സോ എം ജി എച്ച് ഇസ് ആക്ച്വലി ഡെൽറ്റ യു. ഈ വർക്ക് ഡൺ ബൈ എം ജി ഇസ് കൺസർവേറ്റീവ് ഫോഴ്സ്. സോ വർക്ക് ഡൺ ബൈ കൺസർവേറ്റീവ് ഫോഴ്സ് നമുക്ക് ഇങ്ങനെ എഴുതാം, മൈനസ് ഡെൽറ്റ യു ഇങ്ങനെ എഴുതാം. സോ ഈ ക്വസ്റ്റനിൽ കൊടുത്താൽ വർക്ക് ഡൺ ബൈ കൺസർവേറ്റീവ് നമുക്ക് എന്താ, മൈനസ് ഡെൽറ്റ യു പ്ലസ് വർക്ക് ഡൺ ബൈ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് പ്ലസ് വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. സോ മൈനസ് ഡെൽറ്റ യു അപ്പുറം പോയാൽ വർക്ക് ഡൺ ബൈ നോൺ കൺസർവേറ്റീവ് പ്ലസ് വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഏജന്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ കെ ഇ പ്ലസ് ഡെൽറ്റ യു. ഇതാണ് നമ്മളെ ഇത് ഒന്നാമത്തെ ഇക്വേഷൻ, ഇതാണ് ഒന്നാമത്തെ സാധനം. രണ്ടാമത്തെ മെയിൻ സാധനം എന്താണ്, വർക്ക് ഡൺ ബൈ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് പ്ലസ് വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഏജന്റ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നോ ഡൗട്ട്. സപ്പോസ് ഇനി ഒന്നുകൂടി ഞാൻ ഇതിനെ മോഡിഫൈ ചെയ്യാൻ പോകുന്ന നോക്കിക്കോ. നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ആയിരുന്നു അല്ലേ, ഒരു എക്സാമ്പിൾ അല്ലേ ഫ്രിക്ഷൻ. യെസ്. സോ if ഞാൻ എടുക്കുന്ന കേസിൽ ഫ്രിക്ഷൻ ആബ്സെന്റ് ആണെങ്കിൽ, if friction is absent, so work done, friction absent ആണെങ്കിൽ work done by non conservative force 0 അല്ലോ അല്ലെ. ഫ്രിക്ഷൻ അതുപോലെ എയർ റെസിസ്റ്റൻസ് ഒന്നും ഇല്ലെങ്കിൽ, അതായത് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ഒന്നും ഇല്ലെങ്കിൽ എയർ റെസിസ്റ്റൻസ് ഈസ് ഓൾസോ ആബ്സെന്റ്. സോ വർക്ക് ഡൺ ബൈ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എന്താകും, 0 ആകും. സോ ഈ ക്വസ്റ്റനിൽ ഇട്ടാൽ എന്ത് കിട്ടും നമുക്ക്, വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഏജന്റ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നും കൂടി നല്ല കോൺസെപ്റ്റ് ക്ലിയർ ആകും. സോ ഫോർ ദ സേക്ക് ഓഫ് ബൈ ഹാർട്ടിങ് ഇക്വേഷൻ എന്ത് ചെയ്യുക, ഇതിങ്ങനെ കാണാണ്ട് പഠിച്ച് വേറൊരു ഓപ്ഷനും ഇല്ല. വർക്ക് എനർജി തിയറി എന്താണ്, വർക്ക് ഡൺ ബൈ ഓൾ ഫോഴ്സസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി, വർക്ക് ഡൺ ബൈ കൺസർവേറ്റീവ് ഫോഴ്സ് പ്ലസ് വർക്ക് ഡൺ ബൈ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് പ്ലസ് വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഏജന്റ് ഈസ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. സോ വർക്ക് ഡൺ ബൈ കൺസർവേറ്റീവ് ഫോഴ്സ് നമുക്ക് മൈനസ് ഡെൽറ്റ യു എന്ന് എഴുതാം. സോ വർക്ക് ഡൺ ബൈ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് പ്ലസ് വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. സോ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ഇല്ലെങ്കിൽ വർക്ക് ഡൺ ബൈ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് 0. സോ വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഏജന്റ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതുവരെ പറഞ്ഞതിൽ? നോ ഡൗട്ട്. ഇനി ഒന്നുകൂടി ഇതിനെ മോഡിഫൈ ചെയ്യണം, ഒന്നുകൂടി മോഡിഫൈ ചെയ്യണം. ഇഫ് എഫക്ട് അല്ലെ എക്സ്റ്റേണലിയും ആരും ഫോഴ്സ് കൊടുക്കുന്നില്ലെങ്കിൽ വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഏജന്റ് is also 0. So 0 is equal to change in kinetic energy plus change in potential energy. So 0 equal to what is change in kinetic energy? Kinetic energy final minus kinetic energy initial. What is change in potential energy? Potential energy final minus potential energy initial. So ഇതിനൊന്നും ഞാൻ റീമോഡിഫൈ ചെയ്താൽ ഇനീഷ്യൽ പാർട്ട് രണ്ടും മൈനസ് അല്ലേ, സോ ഇങ്ങോട്ടേക്ക് വന്നാൽ പ്ലസ് ആവത്തില്ലേ. സോ K initial plus U initial equal to K final plus U final. ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് എഴുതിക്കൂടെ? സോ ഒരു ഇക്വേഷൻ കൂടെ നമുക്ക് കിട്ടി, എന്ത്, ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി is equal to ഇനീഷ്യൽ ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് ഫൈനൽ കൈനറ്റിക് എനർജി if F external is 0. അല്ലേ? യെസ്. ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി is equal to ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് ഫൈനൽ കൈനറ്റിക് എനർജി. സിമ്പിൾ. ഇത് സിമ്പിൾ ഡെഫിനിഷൻ. സിമ്പിൾ. ഇപ്പൊ എത്ര ഇക്വേഷൻ കിട്ടി നമുക്ക്? 4 ഇക്വേഷൻ. ഇക്വേഷൻ നമ്പർ 1, then ഇക്വേഷൻ നമ്പർ 2, ഇക്വേഷൻ നമ്പർ 3, ഇക്വേഷൻ നമ്പർ 4. യെസ്. സോ ഇത്രയും കാര്യങ്ങൾ വൃത്തിക്ക് പറഞ്ഞ വർക്ക് എനർജി തിയറി എന്തായി? നമുക്ക് വർക്ക് എനർജി തിയറി എന്തായി?
തറവാവും. യെസ്. സോ അടുത്ത നമുക്ക് എന്തിലേക്ക് പോകാം? പവർ. പവർ സിമ്പിൾ ആണ്, ജസ്റ്റ് ഒന്നും പറയാനില്ല, സിമ്പിൾ ആണ് പവർ. വാട്ട് ഈസ് പവർ? വാട്ട് ഈസ് പവർ? റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്. റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്, ദാറ്റ് ഈസ് പവർ. ഇതാണ് പവറിന്റെ ഇക്വേഷൻ. P equal to റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് dW/dt. dW നമുക്ക് FDR എന്ന് എഴുതാം, FDR/dt. സോ dR/dt എന്തായി മാറി? വെലോസിറ്റി ആയി മാറി. സോ F.d. F.d ഇൻസ്റ്റന്റേനിയസ് പവർ ആണ്. ഇതൊക്കെയാണ് ഇത് പവറിന്റെ ഇക്വേഷൻസ്. പവർ ഈസ് റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് അല്ലെ? പവർ ഈസ് റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്. പവർ ഈസ് റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്. dW/dt ആണ്. സോ FDR/dt. സോ ഇൻസ്റ്റന്റേനിയസ് പവർ അല്ലേ? എന്താണ്? ഇൻസ്റ്റന്റേനിയസ് പവർ ഈസ് ഈക്വൽ ടു F.d. ഓക്കെ, നോ ഡൗട്ട്. ഇതുവരെ പറഞ്ഞ കാര്യത്തിൽ ഒന്നും ഡൗട്ട് ഉണ്ടോ? ഇല്ല. യെസ്. കുറച്ച് ഇൻസൈറ്റ് നോക്കിക്കൂടെ നീ? യെസ്, നോക്കാം. കൈനറ്റിക് എനർജി എവിടെയാ പറഞ്ഞത്? കൈനറ്റിക് എനർജി വർക്ക് കഴിഞ്ഞിട്ട് കൈനറ്റിക് എനർജി അല്ലേ? കൈനറ്റിക് എനർജി ½ യെസ്. ജസ്റ്റ് വേണേ ഈ ചോദ്യം നമുക്കൊന്ന് ജസ്റ്റ് ചെയ്യണോ? നോക്കാം, ടൈമിൽ ചെയ്യാം. ഓക്കെ, ഇതിനു മുമ്പ് എന്തൊക്കെയാ പറഞ്ഞോന്നുകൂടി നോക്കാം. വർക്ക് എനർജി തിയറം. ഓക്കെ, അത് പറഞ്ഞു. ഇനി വേറെന്താണ്? പൊട്ടൻഷ്യൽ എനർജി പറഞ്ഞു. യെസ്, പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിംഗ്. ഇതാണ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിംഗ് പ്ലസ് ½ ഉണ്ടല്ലോ ഇവിടെ. യെസ്, പൊട്ടൻഷ്യൽ എനർജി ഓഫ് സ്പ്രിംഗ് ½ ഇനി എന്തെങ്കിലും? പവർ. Power of a force is defined as the ratio of work to the total time taken, W/T. Instantaneous power, P average W/T, total work done by total time taken. Instantaneous power is equal to dW/dt. അത് നമുക്ക് F.v എന്ന് എഴുതാം. ഒരു കാര്യം പഠിച്ചു നോക്കണം. എന്ത്? 1 horsepower is actually 746 watt അല്ലേ? യെസ്. And 1 kWh, 1 kilowatt-hour energy is 3.6 into 10⁻⁶ joule. സോ ഇവിടെ ചോദ്യം ഉണ്ട്, നമുക്ക് ജസ്റ്റ് ചെയ്ത് പോകാം. An elevator can carry a maximum load of നമുക്ക് ഇലവേറ്റർ വരക്കാം. ഇലവേറ്റർ. സോ ഇലവേറ്റർ, ഇതിൽ കുറെ എന്തുണ്ട്? പാസഞ്ചേഴ്സ് ഉണ്ട്. അല്ലേ? ഇതിന്റെ മൊത്തത്തിലുള്ള വെയിറ്റ്, ഇലവേറ്ററിന്റെ മൊത്തത്തിലുള്ള വെയിറ്റ് എത്ര വന്നിരിക്കുന്നത്? പാസഞ്ചർ പ്ലസ് ഇലവേറ്റർ പ്ലസ് പാസഞ്ചർ, മൊത്തത്തിലുള്ള മാസ് 1800 kg, 1800 kg ആണ് മാസ്. മൂവിങ് അപ്പ് വിത്ത് കോൺസ്റ്റന്റ് സ്പീഡ്, മുകളിലോട്ട് ഒരു കോൺസ്റ്റന്റ് സ്പീഡിൽ പോവാണ് 2 m/s. The frictional force opposing the motion is 4000 Newton. That means frictional force means frictional force താഴോട്ടേക്കല്ലേ മുകളിലോട്ടല്ലേ പോകുന്നത്? ആക്ട് ചെയ്യുന്നതാണ് 4000 Newton. 4000 Newton ഫ്രിക്ഷണൽ ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. Determine the minimum power delivered by the motor to the elevator in watts as well as in horsepower. മോട്ടോർ എത്ര പവർ കൊടുത്തായിരിക്കും മുകളിലോട്ടൊക്കെ കൊണ്ടുപോയത്? ഈ 1800 kg ഉള്ള പാസഞ്ചർ പ്ലസ് ലിഫ്റ്റ് വെയിറ്റിനെയും മോട്ടോറിന് എന്ത് ചെയ്യണം? മുകളിലോട്ട് വലിക്കണം. ഈ 4000 ന്യൂട്ടണെയും എന്ത് ചെയ്യണം? മോട്ടോർ മുകളിലോട്ട് തള്ളണം. സിമ്പിൾ ആസ് ദാറ്റ് അല്ലേ? യെസ്. സോ നമുക്ക് ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചാൽ എവിടെ? യെസ്. നമ്മൾ ലിഫ്റ്റിന്റെ എന്ത് ചെയ്യുന്നത്? ഫ്രീ ബോഡി ഡയഗ്രാം വരക്കാം. അതാണ് ലിഫ്റ്റ് എന്ന് വിചാരിച്ചു. ലിഫ്റ്റിന്റെ മാസ് എത്രയാണ്? ലിഫ്റ്റ് പ്ലസ് പാസഞ്ചേഴ്സിന്റെ മാസ് അതിന് 1800 kg അല്ലേ? താഴോട്ടേക്ക് എന്ത് ആക്ട് ചെയ്യും? ഒബ്വിയസ്ലി mg. ഈ കേസിൽ ആരും കൂടി ആക്ട് ചെയ്യുന്നുണ്ട്? ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടി ആക്ട് ചെയ്യുന്നില്ല താഴോട്ടേക്ക്. ആ ഫ്രിക്ഷൻ എത്രയാണ്? ഫ്രിക്ഷണൽ ഫോഴ്സ് ഓഫ് എത്രയാടാ? ഫ്രിക്ഷണൽ അല്ലേ? ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് 4000 ന്യൂട്ടൺ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ് അല്ലേ? ഇത്രയും ഫോഴ്സ് താഴോട്ടേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്.
മുകളിലോട്ടേക്ക് കൊടുക്കേണ്ട മോട്ടോർ കൊടുക്കേണ്ട ഫോഴ്സ് എത്രയായിരിക്കും? മുകളിലോട്ടേക്ക് കൊടുക്കേണ്ട ഫോഴ്സ് എന്തായിരിക്കും അല്ലേ? mg പ്ലസ് എഫ് ഫ്രിക്ഷണൽ ഫോഴ്സ് ആയിരിക്കത്തില്ലേ? കാരണം ഇത് രണ്ടിനെ ഓവർകം ചെയ്യണ്ടേ. ഇത്ര വരും mg എത്രയാണ്? 1800 into 10. ഞാൻ എന്ത് ചെയ്തു? മാക്സിമം ലോഡ് ഓഫ് സോ പ്ലസ് 4000 എത്ര വന്നു? 18,000 പ്ലസ് 4,000 ദാറ്റ് മീൻസ് 22,000 ന്യൂട്ടൺ. എന്ത് കിട്ടി നമുക്ക്? ഇത്രയും ഫോഴ്സ് കൊടുത്താല് മുകളിലോട്ട് നീങ്ങും. പവറിന്റെ ഇക്വേഷൻ എന്താ? ഐൻസ്റ്റൈൻസ് പവർ ഈസ് ഈക്വൽ ടു എഫ് ഡോട്ട് വി അല്ലേ? കോസ് 0 അല്ലേ, കാരണം ഒരേ ഡയറക്ഷനിൽ രണ്ടും. സോ വി ഈസ് 2. ക്വസ്റ്റനിലേക്ക് വേണാണ്. സോ 22,000 into 2 that means 44,000 watt. 44,000 watt. ഇനി ഹോഴ്സ് പവറിൽ കാണാൻ പറഞ്ഞില്ലേ? 1 horse power is equal to എത്ര വാട്ടാടാ? is 746 അല്ലേ? 1 horse power is 746 watt. സോ എത്ര ഹോഴ്സ് പവർ ഇവിടെ ഉണ്ട് നമുക്ക് കാണാൻ പറ്റുക? ഡിവൈഡ് ചെയ്താൽ പോരെ. 4400 ഡിവൈഡഡ് ബൈ 746. യെസ്, എങ്ങനെ ചെയ്യാം നമുക്ക്? കാൽക്കുലേറ്റർ. 4430 ഡിവൈഡഡ് ബൈ 746. 58.9 സംതിങ് ആ വരുന്നത്. അപ്രോക്സിമേറ്റ്ലി ഇതിലെത്തിരി കൊടുത്തിരിക്കുന്നത് 59. 59 ഹോഴ്സ് പവർ. 59 ഹോഴ്സ് പവർ. ക്ലിയർ? ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. ഓക്കെ, ഇതിലുള്ള ഇവിടെ കണക്ട് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ. യെസ്. In a ballistics demonstration, a police officer fires a bullet of mass 50 gram with speed 200 meter per second on soft plywood of thickness 2 centimeter. The bullet emerges with only 10% of its initial kinetic energy. What is the emergent speed of the bullet? First, നമുക്ക് initial kinetic energy കാണാം. Kinetic energy initial is equal to half into mv square. അത് കിട്ടിയപ്പോ എത്ര കിട്ടുന്നത്? 1000 J. ലൈക്ക് ആ മാസ് വെലോസിറ്റി ഉണ്ട്, ഇതിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഹാസ് എ ഫൈനൽ കൈനറ്റിക് എനർജി. ഫൈനൽ കൈനറ്റിക് എനർജി എങ്ങനെ കാണുന്നത്? മീൻസ് എന്ത് പറഞ്ഞിട്ടുണ്ട്? കൈനറ്റിക് എനർജി ദ ബുള്ളറ്റ് എമർജൻസ് ഓൺലി 10% വരുന്നു. സോ ഫൈനൽ കൈനറ്റിക് എനർജി എന്താണ്? 1000 10%, ദാറ്റ് ഈസ് 100 ജൂൾ. ക്ലിയർ? And if vf is the emergent speed of the bullet, emergent speed of the bullet അല്ലേ? എന്താണ്? ഹാഫ് mv സ്ക്വയർ ഈസ് ഈക്വൽ ടു 100 ഗിവൺ ആണ്. സിമ്പിൾ ക്വസ്റ്റൻ ആണ് കേട്ടോ. 100 200 ബൈ m. ഇത് വഴി സിമ്പിൾ ആയിട്ട് ചിത്ര കിട്ടും. യെസ്, ഇവിടെ എന്താണ് അയാൾ പറയാൻ ഉദ്ദേശിച്ചത്? സി, അതായത് ആക്ച്വലി കൈനറ്റിക് എനർജി ഈസ് അല്ലെ m/2 v സ്ക്വയർ ആണ്. അതായത് കൈനറ്റിക് എനർജി 90% കുറഞ്ഞപ്പോ സ്പീഡ് എത്ര പെർസെന്റേജ് കുറഞ്ഞുള്ളൂ? 68% കുറഞ്ഞു. ഇറ്റ് മീൻസ് അല്ലേ വ്യത്യാസമുണ്ട്. യെസ്, സിമ്പിൾ. സോ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യണോ? യെസ്, ഈ ക്വസ്റ്റ്യനെ കുറിച്ച്. യെസ്, the woman pushes a trunk on a railway platform. The woman pushes a trunk on a railway platform which has a rough surface. Okay, she applies a force of 100 Newton over a distance of 10 meter. Thereafter, she gets progressively tired and her applied force reduces linearly with the distance to 50 Newton. Okay, ആദ്യം 100 കൊടുത്തു, എന്നിട്ട് 10 മീറ്റർ എന്ത് ചെയ്തു? 10 മീറ്ററിൽ 100 അപ്ലൈ ചെയ്തു. പിന്നെ എന്ത് ചെയ്തു? ഷി ഗെറ്റ്സ് പ്രോഗ്രസീവ്ലി ടയർഡ്. മീൻസ് പിന്നെ ഫോഴ്സ് ഇങ്ങനെ കുറഞ്ഞു വന്ന് ലാസ്റ്റ് 50 ദ ടോട്ടൽ ഡിസ്റ്റൻസ് ത്രൂ വിച്ച് ദ ട്രങ്ക് ഹാസ് ബീൻ മൂവ്ഡ് 20 മീറ്റർ. അത് അടുത്ത 10 മീറ്റർ കൂടി മൂവ് ചെയ്തു. പ്ലോട്ട് ദ ഫോഴ്സ് അപ്ലൈഡ് ബൈ ദ വുമൺ ആൻഡ് ഫ്രിക്ഷണൽ ഫോഴ്സ് വിച്ച് ഈസ് 50 Newton വേഴ്സസ് ഡിസ്പ്ലേസ്മെന്റ്. Calculate the work done by the two forces over 220 meter. Simple ആണ്. ഇൻസൈഡ് നല്ല ബ്യൂട്ടിഫുള്ളി ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് ആണല്ലോ. ഫോഴ്സ് ഇവിടെ ന്യൂട്ടണില്, ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ എക്സ്. സി 0 50 100 0 -50. യെസ്, ഗ്രാഫ് പ്ലോട്ട് ചെയ്തുകൂടെ നമുക്ക് എന്ത് പറഞ്ഞിട്ടുണ്ട്? യെസ്, എത്ര മീറ്റർ ആണ് മൊത്തത്തിൽ മൂവ് ചെയ്തത്? 20 മീറ്റർ. 10 മീറ്റർ ഇവിടെ, 10 മീറ്റർ ഇവിടെ. സോ ആദ്യത്തെ 10 മീറ്റർ 100 ന്യൂട്ടണില് കോൺസ്റ്റന്റ് ആണ്, മാറുന്നൊന്നുമില്ല അല്ലെ? സോ ഇവിടെ വരെ 100ലേക്ക് പോയി.
പിന്നലെ 10 മീറ്റർ എന്ത് ചെയ്തു? ഫോഴ്സ് ലീനിയർലി എന്ത് ചെയ്തു? കുറഞ്ഞു. ലീനിയർലി കുറഞ്ഞു മീൻസ് ഒരേ സ്ലോപ്പിലാണ്. മീൻസ് ഒരേ സ്ലോപ്പിൽ കുറഞ്ഞിട്ട് എന്തെത്തി? 50 ന്യൂട്ടണിലേക്ക് എത്തി അല്ലേ? യെസ്. So this is the graph we have. ഓക്കെ. പിന്നെ ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ ഗ്രാഫോ? ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് -50 ആണ് അല്ലേ? വിച്ച് ഈസ് 50 ന്യൂട്ടൺ against versus displacement. That must be against displacement. I don't know. Still ഇതിൽ given ആണ് the -50 താഴോട്ടേക്ക് ഒരു ഡിറക്ഷൻ. ഫ്രിക്ഷൻ എപ്പോഴും ഓപ്പോസിംഗ് അല്ലടാ? യെസ്. സിമ്പിൾ. 20 മീറ്റർ വരെ എന്ത് ചെയ്തു? അതേ ഇതിലേക്ക് പോയി. യെസ്. ഈസി. സോ ഗ്രാഫ് വരച്ചപ്പോ നമുക്ക് ഏരിയ കാണാൻ. സി വർക്ക് ഡൺ ഈസ് ആക്ച്വലി വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഏരിയ അണ്ടർ FS കർവ് അല്ലേ? സോ പ്ലോട്ട് ഓഫ് ദ അപ്ലൈഡ് ഫോഴ്സ് ഷോൺ. ഓക്കെ. യെസ്. So work done by the woman is area of the rectangle ABCD. ഇതിന്റെ ABCD പ്ലസ് ഇതിന്റെ ഏരിയ ഓഫ് ദ ട്രപ്പീസിയം CEID. സിമ്പിൾ. ഇത്ര കിട്ടി. ഓവർ. പിന്നെ ഏരിയ വർക്ക് ഡൺ ബൈ ഫ്രിക്ഷണൽ ഫോഴ്സസ് അല്ലേ? ഈ ഏരിയ ആയിരിക്കത്തില്ലേ? മീൻസ് AGHI, ആ ഒരു റെക്ടാങ്കിള്. അതും കാണാം 1000 ജൂൾ. The area on the negative side of the force axis has negatives. Yes, work done by friction. സിമ്പിൾ. സോ ഇന്നത്തേക്ക് ഇത്രയും മതി. ഇനി നമുക്ക് കൊളീഷന് സെന്റർ ഓഫ് മാസിൽ പഠിക്കാം. പിന്നെ എന്ത് ചെയ്യാം? ബാക്കിയുള്ള എക്സസൈസ് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. എക്സസൈസ് നല്ല എക്സസൈസ് ആണ്. 23 വരെ ഉണ്ട്. ഓക്കെ. യെസ്. സോ ഇന്നത്തേക്കുള്ള കഴിഞ്ഞു. ഓക്കെ. ബൈ എവ്രി വൺ.